ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ നല്ലപോലെ ഉറപ്പിച്ച് യൂണിവേഴ്സിൽ വിശ്വസിച്ച് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റീവ്സിനെ വിട്ടുകളയുക. നിങ്ങൾ കാണുന്ന ഈ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അട്രാക്റ്റ് ആവുന്നത് നിങ്ങളിലേക്ക് സ്വീകരിക്കുക. ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നുവോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായിട്ട് തുടങ്ങും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നവരാണോ നിങ്ങൾ? റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന പേഴ്സൺ ആണോ നിങ്ങൾ? നിലവിലെ ജോബ് ഒന്നുകൂടെ മികച്ച ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ? ന്യൂ കരിയർ നോക്കുന്നവരാണോ? എന്നാൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, എന്തായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നേട്ടവും? നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ കാണിച്ചിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. എന്താണ് ആ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്? താൽക്കാലികമായ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ തുടക്കം തുടങ്ങാൻ പോകുന്നു. അതായത് യൂണിവേഴ്സിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ കാണിക്കുന്നത്. എന്താണ് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ബിലീവ് ചെയ്തുകൊണ്ട് പുതിയ ജ്ഞാനം കണ്ടെത്താൻ പോകുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ പലരുടെയും എനർജി പുതിയ ജ്ഞാനം കണ്ടെത്താൻ പോകുന്നു. എന്താണ് പുതിയ ജ്ഞാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ പേര് എഡ്യൂക്കേഷൻ പരമായിട്ട് മുന്നേറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറേ പേര് ന്യൂ കരിയർ നോക്കുന്നുണ്ട്. ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തവരുണ്ട്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. നിലവിലുള്ള ജോബ് ചേഞ്ച് ചെയ്ത് പുതിയ ജോബിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല എനർജീസാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 of Swords കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പുതിയതായിട്ട് എല്ലാം കണ്ടെത്തണമെന്നുണ്ട് നിങ്ങൾക്ക്, എന്നാൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, നിങ്ങളുടെ കണ്ണ് കെട്ടിയ അവസ്ഥ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാവോ? ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഇൻകം ഉള്ളവരൊക്കെ ഉണ്ടാവാം. അത് റിസൈൻ ചെയ്തിട്ട് വേറെയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്കത് പോസിബിൾ ആവോ? ഇനി നമ്മളുടെ കയ്യിലുള്ളതും പോയിട്ടില്ല, അതില്ലാത്തൊരവസ്ഥയാവോ എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് 2 of Swords കാർഡ് കാണിക്കുന്നത്. എന്നാൽ 6 of Swords കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരിടത്ത് നിന്ന് സഹായം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം ഹീലായിക്കൊണ്ട് മുന്നേറാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ടാണ് 6 of Swords കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ട്, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നല്ലതാകുമോ എന്ന്. എന്നാൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഈ എക്സാം പാസ്സാകുമോ? അല്ലെങ്കിൽ പുതുതായിട്ട് എബ്രോഡൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുമോ, എന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് 6 of Swords കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സഹായം വരുന്നു. നിങ്ങളെ നയിക്കാനായിട്ട് നിങ്ങളുടെ പുതിയ ഒരു കാൽവെപ്പ് എന്ന് പറയില്ലേ, പുതിയ തുടക്കത്തിലേക്കുള്ള കാൽവെപ്പ്, അത് നിങ്ങളെ സഹായിക്കാൻ ആരോ ഒരാൾ നിങ്ങളുടെ കൈ പിടിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പോവാനാണ് 6 of Swords കാർഡ് പറയുന്നത്. എന്നാൽ 4 of Cups കണ്ടോ, ആ കപ്സ് കാർഡ് എന്താ കാണിക്കുന്നത്? നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു വിഷമാണ്, നിരാശയുണ്ട്.
നിങ്ങൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആവോ ആവില്ലേ? ഇപ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്, എനിക്ക് നല്ല വിഷമമുണ്ട്, എൻ്റെ ലൈഫ് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തം എനിക്കില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കുള്ള കപ്സ് നിങ്ങളുടെ ചുറ്റും ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കപ്സ് 4 കപ്സ് ഉണ്ട്, ആ 4 കപ്സും നിങ്ങൾ മൈൻഡ് ചെയ്യണേ ഇല്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആ കപ്സ് എടുക്കാൻ പറ്റാതെ അഥവാ എടുക്കാൻ തുനിയാതെ എഫേർട്ട് എടുക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള ആ കപ്സ് എടുക്കാനായിട്ടുള്ളൊരു എഫേർട്ട് കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്, നിരാശ പിടിച്ചിരിക്കുകയാണ്, മൈൻഡ് നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനിലാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 4 കപ്സിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നീ കണ്ണു തുറന്ന് നോക്കൂ, നീ വേറെ ഒന്നും ചിന്തിക്കാതെ നീ കണ്ണു തുറന്നു നോക്കൂ. നിനക്കുള്ള കപ്സ് നിന്റെ മുന്നിൽ തന്നെയുണ്ട്. നീ യൂണിവേഴ്സിൽ ബിലീവ് ചെയ്തുകൊണ്ട് നീ ചെയ്യാൻ പോകുന്ന കാര്യം പോസിറ്റീവായിട്ട് നീ എടുക്കുക. നിന്നിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും കളഞ്ഞിട്ട് നീ പോസിറ്റീവായിട്ടുള്ളത് എടുത്ത് നിനക്ക് ചുറ്റുമുള്ള ഞാൻ നിനക്ക് 4 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. പുതിയ കരിയർ ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ 4 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നീ നിന്റെ ചിന്തകൾ വെടിയുക. നീ നിരാശയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളയുക. നിന്റെ മൈൻഡിനെ നീ ഫ്രഷ് ആക്കുക. നീ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അടുത്ത കാർഡ് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. എന്താ ജഡ്ജ്മെൻറ്റ് കാർഡ്? സെൽഫായിട്ട് നീ റിയലൈസ് ചെയ്യണം. എന്ത് റിയലൈസ് ചെയ്യണം? നീ സത്യത്തെ അന്വേഷിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിനക്ക് മുന്നിലുള്ള സത്യത്തെ നീ അന്വേഷിക്കണം. നിനക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്, നിനക്ക് എല്ലാം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് നീ നിന്റെ നിരാശയും നിന്റെ ചിന്തയും നിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നിന്റെ സത്യത്തെ കണ്ടെത്താനായിട്ട്. അതെങ്ങനെയാണ്? ഇൻസ്പയറിങ് ആയിരിക്കണം നിനക്ക്. മറ്റുള്ളവർക്ക് നിന്നെ കാണുമ്പോൾ ഒരു ഇൻസ്പയർ ആയിട്ട് തോന്നണം. നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നീ നിന്റെ കാര്യങ്ങൾ ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ചിന്തകളും നിരാശയും ഒക്കെ വെടിഞ്ഞുകൊണ്ട് നീ എന്ന വ്യക്തി പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് സെൽഫ് റിയലൈസേഷൻ ചെയ്യുക. നീ നിന്നെ തന്നെ മനസ്സിലാക്കുക. എന്താണ് റിയാലിറ്റി നിനക്ക് ചുറ്റും നടക്കുന്നത്? നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആളല്ല, നീ ഇങ്ങനെ നടക്കേണ്ട വ്യക്തിയേ അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ നിൽക്കുന്ന ഈ ചെറിയൊരു സർക്കംസ്റ്റാൻസ് ഉണ്ടല്ലോ നമുക്ക് ചുറ്റുമുള്ള, അതല്ല നമുക്ക് ചുറ്റുപാടുമുള്ള ഈ ചെറിയൊരു അന്തരീക്ഷമല്ല നിനക്ക് വേണ്ടത്. നിനക്കായിട്ടൊരു യൂണിവേഴ്സ് തന്നെ കിടക്കുന്നുണ്ട്. നീ ഇത് ചിന്ത നിന്നിൽ നിന്ന് നടക്കോ എന്നുള്ള ചിന്ത, അത് സാധിക്കുമോ എന്നുള്ള ചിന്ത വെടിഞ്ഞിട്ട് നീ സത്യത്തെ അന്വേഷിച്ചു പോകണം. നിനക്കുള്ള സത്യത്തെ അന്വേഷിച്ചു പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദ സ്റ്റാർ കാർഡ് കണ്ടോ? എന്താ ദ സ്റ്റാർ കാർഡ് കാണിക്കുന്നത്? പുതിയ പ്രതീക്ഷയോടുകൂടെ നീ നോക്കാൻ, നിനക്ക് ചുറ്റുമുള്ള പോസിറ്റീവിനെ നിന്നെ കൈ പിടിച്ച് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന യൂണിവേഴ്സിനെ നീ പ്രതീക്ഷയോടെ നോക്കുക. നിന്നെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് കുറച്ച് വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ എല്ലാം നിനക്കായിട്ട് യൂണിവേഴ്സ് നിന്റെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. നീ ശരിയായ ദിശയിലേക്ക് പോകണമെന്ന ചിന്തയോടുകൂടി നീ പ്രവർത്തിക്കുക. ഹോപ്പാണ് അവിടെ കാണിക്കുന്നത്. ആ ത്രെഡ് പിടിച്ച് നിൽക്കുകയാണ്, സ്റ്റാറിലേക്കുള്ള ത്രെഡ്. അതൊരു ഹോപ്പാണ്. നീ പ്രവർത്തിച്ചാലേ നിനക്ക് അത് കിട്ടുകയുള്ളൂ. നീ വെറുതെ ചിന്തിച്ച് ഒരു എഫേർട്ട് എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഒന്നും വരില്ല. നീ സ്വന്തം ആയിട്ട് എഫേർട്ട് എടുത്ത് നീ പ്രവർത്തിക്കണം. അതിനുള്ള കപ്സ് നിന്റെ മുന്നിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അതിനുള്ള ത്രെഡ് നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അടുത്ത കാർഡ് നോക്കിയേ.
4 ഓഫ് പെൻഡക്കിളാണ്. എന്താണ് 4 ഓഫ് പെൻഡക്കിള്? നീ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട പ്രവൃത്തി, നീ ഒരു വിത്ത് വിതയ്ക്കുക. നിന്റെ കയ്യിൽ യൂണിവേഴ്സ് വിത്ത് തന്നിട്ടുണ്ട്, അത് നീ വിതയ്ക്കുക. അത് വളർന്ന് പന്തലിച്ച് ഒരു വൃക്ഷമായി മാറും. അതിൽ നിന്ന് ഫലം നിനക്ക് നിന്റെ അർഹതപ്പെട്ട നിന്റെ കയ്യിലേക്ക് വന്നു ചേരും. സ്റ്റെബിലിറ്റി കാർഡാണ് കാണിക്കുന്നത്. നീ സക്സസ് വരാനാണ് നിനക്ക് പോകുന്നത്. നീ പണം, മണി നീ സേവ് ചെയ്യും. നിന്റെ ആവശ്യത്തിൽ കൂടുതൽ നീ സേവ് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫ്യൂച്ചർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് അബണ്ടൻ തന്നെയാണ് വരുന്നത്, പുരോഗതി തന്നെയാണ് വരുന്നത്. നീ അതിന് ഇറങ്ങി പ്രവർത്തിക്കണം. ഒരാളും നിനക്ക് കൊണ്ടുതരില്ല. നിനക്കുള്ള വഴി യൂണിവേഴ്സ് നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. 4 ചാൻസസ് ഉണ്ട്, നിനക്ക് 4 കപ്സ് ഉണ്ട്. അത് ചോയ്സ് പോലെയാണ്. നീ തന്നെ അത് ചൂസ് ചെയ്യണം, ഏത് വേണം ഏത് വേണ്ട. അതുപോലെ ത്രെഡ് നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. നീ അത് വലിച്ച് നിന്നിലേക്ക് നീ ആകർഷിക്കണം, പോസിറ്റീവിനെ ആകർഷിക്കണം. ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്താ? ഫ്യൂച്ചറിൽ നീ സമൃദ്ധിയിൽ തന്നെയാണ്, സമൃദ്ധിയുടെ നിറവിൽ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. നിനക്ക് വെൽത്ത് ഉണ്ടാവും, അബണ്ടൻസ് ഉണ്ടാവും. എല്ലാവരും നിന്നെ സ്നേഹത്തോടെ കൂടെ നോക്കും. നിനക്ക് എല്ലാ വെൽത്തും എല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ ആർക്കാ നിങ്ങളെ വേണ്ടാണ്ട് വരിക? ഇന്ന് നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേ വേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. നിങ്ങൾ അവരെ യൂണിവേഴ്സിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അവരെക്കുറിച്ചൊരു നെഗറ്റീവും ചിന്തിക്കേണ്ട. ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുകയോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ ഇന്നുണ്ടെങ്കിൽ നാളെ ഈ പറയുന്ന ആളുകൾ നിന്നെ തേടി വരും. സമൃദ്ധിയുടെ നിറവിൽ നിൽക്കുന്ന എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ നിന്നോടാവും അവർ ചോദിക്കുക, ആവശ്യങ്ങൾ ചോദിക്കുക. അതിനുള്ള അവസരം യൂണിവേഴ്സ് നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ അവസരത്തിലേക്ക് എത്താൻ നീ തന്നെ പ്രയത്നിക്കണം. നിന്റെ പോസിറ്റീവ്സിനെ നീ അട്രാക്റ്റ് ചെയ്യിക്കണം. മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നീ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നീ യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട് നിനക്ക് ആ ജോലിക്കുള്ള എല്ലാം എൻ്റെ മുന്നിൽ യൂണിവേഴ്സ് എത്തി, അല്ലെങ്കിൽ ആ എക്സാം ആണെങ്കിൽ ആ എക്സാം പേപ്പേഴ്സ് എൻ്റെ മുന്നിൽ എനിക്ക് യൂണിവേഴ്സ് പോസിറ്റീവായിട്ട് തന്നു. റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ റിസൾട്ടിൽ എനിക്ക് ഇത്രത്തോളം പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്ന് നീ മാനിഫെസ്റ്റ് ചെയ്യുക. അതിന് യൂണിവേഴ്സിനോട് ആദ്യം നന്ദി പറയുക. റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല, റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കും. ജോബിനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി, എനിക്ക് പുതിയ ജോബ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സാലറി, നിങ്ങൾ എത്രയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ സാലറി എനിക്ക് ആദ്യ മാസത്തെ ശമ്പളം എനിക്ക് കിട്ടി. പുതുതായിട്ട് അബ്രോഡ് പോകാനൊക്കെ നോക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിലെ പോകാനുള്ള എല്ലാ പേർപ്പേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടി. ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളിൽ വരാൻ പാടില്ല കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി, ഞാൻ ഇന്ന ഡേറ്റിന് പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. അതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയൂ. ഇവിടെ ഏസ് ഓഫ് വാൻസ് കാർഡ് കണ്ടോ, ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ്? ആ കാർഡും ബ്രില്യൻ്റ് ഫ്യൂച്ചറിനെ തന്നെയാണ് കാണിക്കുന്നത്. ഭാവി നിങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്താൻ അധിക സമയമില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്കുള്ള വിഷമം, നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, ആരെയാണോ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം സങ്കടം തരുന്ന യൂണിവേഴ്സ്? ഞാൻ എന്ത് ചെയ്താലും ശരിയാവുന്നില്ലല്ലോ. എനിക്ക് എന്തൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത, എന്താ ഞാൻ പഠിക്കുന്നതെല്ലാം എനിക്ക് കയറാത്ത, എനിക്ക് എന്താ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത, എന്താ ഞാൻ പോകുവാനുള്ള പേർപ്പേഴ്സ് ആണെങ്കിൽ അത് ശരിയാവാനുള്ള കാര്യങ്ങൾ എനിക്ക് നടത്തി തരാത്ത, ഇനി കയ്യിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് എനിക്കത് തരാത്ത? അതെല്ലാം നിങ്ങൾ
പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സഫലീകരിച്ചു. അത് ദിവസം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ദിവസവും ആഗ്രഹിക്കുക. രാവും പകലും ഇല്ലാതെ സ്വപ്നം കാണുക. നിങ്ങൾ ആരോടെങ്കിലും ഒരു നെഗറ്റീവ്സ് പറയാൻ പോവാതെ, ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരോ കളിയാക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരോടൊന്നും പറയണ്ടെന്നേ. അവർ പറയണത് പറഞ്ഞോട്ടെ. ഞാനത് എൻ്റെ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ല, ലഭിച്ചു. എൻ്റെ യൂണിവേഴ്സ് എന്നെ സഹായിച്ചു. അതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുന്നു. ഇത്രയും നിങ്ങൾ ചെയ്യണ്ടോ? ദിവസവും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. അതിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്കുള്ള വഴി തെളിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഒരാളും നിങ്ങളുടെ കൂടെ വരില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് മാത്രമേ ഉണ്ടാവൂ. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഫലമിച്ഛിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ എനർജീസും ഓരോ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് അല്ലേ, ആഗ്രഹിക്കുന്നത് അല്ലേ. ആ ആഗ്രഹങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങൾ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ, വിഷമങ്ങളുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഹീലാക്കി കളയണം കേട്ടോ. അവരോടൊന്നും ഒരു വൈരാഗ്യം വെക്കാൻ പാടില്ല. നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യില്ല. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല. ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളും എല്ലാം തികഞ്ഞവരല്ല. എന്നാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങൾ, മറ്റുള്ളവരോടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് കളയണം. മാക്സിമം ട്രൈ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ മുറിവ് ഉണങ്ങാനായിട്ട് ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും. എങ്കിലും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതിനുള്ള സഹായം യൂണിവേഴ്സ് ചെയ്തു തരിക തന്നെ ചെയ്യും. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇത് കാണാൻ സമയമായെങ്കിൽ ഈ ഗോൾ നിങ്ങൾക്കുള്ളതാണ്. ഇനി എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.